വേണം. 4-5 ഒക്കെ ചെയ്തോ? എക്സ്ക്യൂസ് മീ മാം, ആൾക്കാർ കയറാനുണ്ട്. നിങ്ങൾ ഇങ്ങനെ ഒരുപാട് കയറുമ്പോഴത്തേക്ക് എനിക്കിത് ഹാങ് ആയി പോവേ. എപ്പോഴും എനിക്കത് കയറ്റാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഉള്ളവരുടെ അടുത്തൊക്കെ ഒരുമിച്ച് വരാൻ പറയുക. കാര്യം എനിക്ക് ജാംബോർഡിൽ നിന്ന് ഊരിയിട്ട് വേണം കയറാനായിട്ട്, അല്ലാതെ ശരിയാവുന്നില്ല. അപ്പോൾ ഒന്ന് പറഞ്ഞേക്കുക, കയറാനുള്ളവരൊക്കെ പെട്ടെന്ന് കയറാൻ. ഇത് പാകം ഒരാൾ മാത്രമേ ഇതിലുള്ളൂ. കാര്യം ഇനി അവരെ ചെയ്ത പിന്നെ ഞാൻ കേട്ടത്തില്ല. അപ്പൊ എനിക്കിത് സിസ്റ്റം ചെയ്ത് പോവുക. 4 പേരുണ്ട്. അപ്പം ഏരിയയിൽ ചെയ്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തത് എലിപ്സിന്റെ ആയിരുന്നോ? എന്ത് വരുന്ന ക്വസ്റ്റ്യൻ? അതായത് നോക്കട്ടെ. Find the area of a plate in the form of a quadrant of the ellipse x square by a square plus y square by b square equal to 1. അതാണോ? ഓക്കെ. അപ്പൊ ഇനി അടുത്ത് നമുക്ക് വോളിയത്തിലോട്ട് പോകാം. എഴുതണം. വോളിയം ബൈ ഡബിൾ ഇന്റഗ്രൽ ആൻഡ് ട്രിപ്പിൾ ഇന്റഗ്രൽ. വോളിയം ബൈ ഡബിൾ ഇന്റഗ്രൽ ആൻഡ് ട്രിപ്പിൾ ഇന്റഗ്രൽ. എഴുതും. ഇനി വോളിയം ബൈ the volume V of a solid, the volume V of a solid is given by V is equal to the volume V of a solid by double integral is given by V is equal to V is equal to double integral over V z dy dx and by triple integral V is equal to triple integral over V dV. dV എന്ന് പറഞ്ഞാൽ dx dy dz. അപ്പം ആദ്യം ട്രിപ്പിൾ ഇന്റഗ്രൽ ചെയ്യാം, പിന്നെ നമുക്ക് ഡബിൾ ഇന്റഗ്രൽ ഇത് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ആദ്യം ഡബിൾ ചെയ്യാം പിന്നെ ട്രിപ്പിൾ ചെയ്യാം, എങ്ങനെ വേണം ചെയ്യാം. എഴുതണം. find the volume bounded by the coordinate axis അല്ലെങ്കിൽ the coordinate planes. Find the volume bounded by the coordinate planes and the plane, coordinate planes and the plane x by a plus y by b plus z by c equal to 1. Find the volume bounded by the coordinate planes and the plane x by a plus y by b plus z by c is equal to 1. ഇതെന്ന് പറയുന്നത് 3Dയിലുള്ള എല്ലാ ഫിഗറും വരച്ച് കാണിക്കാൻ അത്ര എളുപ്പമല്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് തൽക്കാലം കാണിച്ചു തരാം. അതായത് this is A, B, C. അപ്പം ഇവിടെ 0, B, 0
here it is 0, 0, c, and here it is 0, a, 0, 0. ഇതാണ് ഇപ്പം നമുക്ക് തന്നേക്കുന്ന റീജിയൻ എന്ന് പറയുന്നത്. അപ്പം ഇത് ടെട്രാഹെഡ്രൺ എന്നാണ് പറയുന്നത്. അപ്പം ഇവിടെ 3 വേരിയബിളും ഉള്ളത് കൊണ്ട് ഒരെണ്ണത്തിന് കോൺസ്റ്റന്റ് ലിമിറ്റ്, മറ്റേ 2 എണ്ണത്തിന് വേരിയബിൾ ലിമിറ്റ്. അപ്പൊ ഞാൻ ഇനി ഏതിനാണോ കോൺസ്റ്റന്റ് ലിമിറ്റ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതൊഴികെ മറ്റ് 2 വേരിയബിൾസിനും 0 എന്ന് അസ്യൂം ചെയ്യുക. അപ്പൊ ഞാൻ എക്സിൽ കോൺസ്റ്റന്റ് എടുക്കാൻ ഉദ്ദേശിക്കുന്നു. ഹെൻസ് എക്സ് ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ എക്സ് ബൈ എ ഇസ് ഈക്വൽ ടു 1. That means by substituting y and z equal to 0, and or x is equal to a. Now, by substituting y in terms of x ലാണ് എടുക്കാൻ പോകുന്നത്. അപ്പം z ന് 0 കൊടുത്താൽ x by a plus y by b equal to 1. അപ്പം അത് x o y പ്ലെയിനിലായി. ഈ x o y പ്ലെയിനിലാണ് കിടക്കുന്നത്. അവിടെ y is equal to b into 1 minus x by a. ഇനി z in terms of x and y. അപ്പം ഈ ഇക്വേഷൻ മുഴുവനായിട്ട് എടുക്കുന്നു. Hence z is equal to c into 1 minus x by a minus y by b. ഇതാണ് ഇപ്പം നമ്മുടെ ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ. കാര്യം എല്ലാം കോർഡിനേറ്റ് പ്ലെയിൻസ് നമുക്ക് പറഞ്ഞിട്ടുണ്ട്, കോർഡിനേറ്റ് ആക്സസ്. അപ്പം 0 മുതലാണ് എല്ലാം വേരിക്കുന്നത്. അപ്പം 0 to a, 0 to this, 0 to this 1. അപ്പം ഇതാണ് ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ. ഹലോ, എക്സ്ക്യൂസ് മീ മാം, പറയൂ. 2-3 സ്റ്റുഡൻസ് കയറാനുണ്ട്. ഞാൻ കാര്യം പറഞ്ഞില്ലേ, ഇതിന് നിങ്ങൾക്ക് അവര് കുറെ നേരം കൊണ്ട് ട്രൈ ചെയ്യണം, പക്ഷെ എന്തോ പറ്റിയില്ല. ഞാൻ ശ്രമിക്കാം എന്നേ പറയണുള്ളൂ. കാര്യം പിന്നെ അത് ക്ലിയർ ആയില്ലെങ്കിൽ നിങ്ങളുടെ ഫുൾ ക്ലാസ് ഇന്ന് പോക്കാം. എനിവേ ഐ വിൽ ട്രൈ. താങ്ക് യു. ആകെ ഒരാളല്ലേ ഉള്ളൂ, ഭൈരവി മാത്രമല്ലേ ഉള്ളൂ. 2-3 സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആരെങ്കിലും നിൽക്കുന്നെങ്കിൽ ഒന്ന് കയറാൻ പറയൂ പെട്ടെന്ന്. ജോവിനുണ്ട്, അരുണുണ്ട്, ആദർശുണ്ട് മാം. ബോയ്സ് കുറച്ച് പേരും കൂടെ ഉണ്ട്. ഭൈരവി, ആദർശ്, അരുൺ, ജോവിൻ. ഇനി ആരെങ്കിലും വെളിയിൽ നിൽക്കണ്ടാ? ആര് പോയത്? 1, 2, 3 പേരേ ഉള്ളൂ. 4 പേര് വന്നിട്ട് ഒരാൾ വെളിയിൽ പോയി. ഇനി ഞാൻ കേട്ടില്ല എന്നും കൂടെ പറഞ്ഞേക്കാം. സോറി. ഇതുവരെ എഴുതിയോ നിങ്ങള്? ഹലോ, would you write up to this point? ഞാൻ ഈ ബോർഡ് ക്ലിയർ ചെയ്യാൻ പോവാണ്, അതാ ചോദിക്കുന്നേ. ഇല്ല, ലാസ്റ്റ് കണ്ടുപിടിച്ചതൊന്ന് പറയൂ. എന്താണ് ലിമിറ്റ് കണ്ടുപിടിച്ചത്? അതായത് ഒരെണ്ണത്തിന് കോൺസ്റ്റന്റ് ലിമിറ്റ് കൊടുക്കണം. കോൺസ്റ്റന്റ് ലിമിറ്റ് ഞാൻ ഇവിടെ എക്സിന് എടുത്തിരിക്കുന്നത് കൊണ്ട് ഞാൻ വൈയും ഇസഡും 0 കൊടുത്തു. ബൈ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് y and z in this equation 0. അപ്പോൾ കിട്ടുന്നത് x by a is equal to 1. അവിടെ നിന്നും x is equal to a എന്ന് കിട്ടി. അഗൈൻ x by a plus y by b. അപ്പം z ന് ഞാൻ 0 കൊടുത്തപ്പോൾ y in terms of x കണ്ടുപിടിച്ചു. ഇനി z in terms of x and y. അപ്പം 3 വേരിയബിൾസിനും ലിമിറ്റ് ആയി കഴിഞ്ഞു എനിക്ക്. ഇത് ലിമിറ്റ് കണ്ടുപിടിച്ചെങ്കിൽ പറയുക, ഞാൻ ഇത് ക്ലിയർ ചെയ്ത് ചെയ്യട്ടെ. യെസ്, എഴുതിയിട്ട് പറഞ്ഞാൽ മതി, എനിക്ക് ധൃതിയൊന്നുമില്ല. കഴിഞ്ഞോ? ഹലോ, is it completed? ഇനി ഞാൻ ചെയ്യുവാണ്. അപ്പം that is v is equal to triple integral. അപ്പം outer limit is 0 to a. Then
0 to b into 1 minus x by a. ഇനി ഡി ഇസഡ് അത് രണ്ട് വേരിയബിളിൽ ഉള്ളതാണ് ഇസഡിന്. അപ്പം അതിനെ ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ ഇസഡിന് ലിമിറ്റ് കൊടുത്തപ്പോൾ സി ഇൻറ്റു 1 മൈനസ് എക്സ് ബൈ എ മൈനസ് വൈ ബൈ ബി ഡി വൈ ഡി എക്സ്. Now integrating with respect to y. അപ്പോൾ c into integral 0 to a. Since we are integrating with respect to y, x is a constant, that is 1 minus x by a into dy integrate ചെയ്തപ്പോൾ y ക്ക് ലിമിറ്റ് കൊടുത്തപ്പോൾ b into 1 minus x by a minus 1 by b square അല്ല 1 by b into y square by 2. അപ്പം y-ക്ക് പകരം വാല്യൂ കൊടുത്തപ്പോൾ 1 മൈനസ് എക്സ് ബൈ എ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ബി സ്ക്വയർ ടു ദ ലിമിറ്റ്. ആ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണിത്. സോ ദിസ് ഈസ് ഈക്വൽ ടു, ഇനി ഇവിടുന്ന് ഒരു ബി ക്യാൻസൽ ചെയ്ത് പോയാൽ രണ്ട് ടേമിലും ഒരു ബി ഉണ്ട്, അതിനെ ഞാൻ പുറത്തേക്ക് വെക്കുന്നു. വിച്ച് ഈസ് ഈക്വൽ ടു ബി സി ഇൻറ്റു ബി ഡിവൈഡഡ് ബൈ ഇനി 1 മൈനസ് എക്സ് ബൈ എ ദ ഹോൾ സ്ക്വയർ minus 1 by 2 into 1 minus x by a the whole square. So integral 0 to a. 1 minus 1 by 2 is 1 by 2. So by 2 1 minus x by a the whole square dx. ഇതാണ് ഇവിടെ കിട്ടിയത്. Okay. Now substituting again the integrating with respect to x. X in the corresponding integrate table bc divided by 2 into 1 minus x by a the whole raised to 3 divided by minus 3 into 1 by a to the limit 0 to a. So this is equal to a goes to the numerator. So abc divided by minus 6 into upper limit a കൊടുക്കുമ്പോൾ a by a is 1. So 1 minus 1 which is equal to 0 minus giving the lower limit as a 0. So 1 minus 0 is 1. The whole raised to 3 which is equal to minus 1 the whole raised to 3 is minus 1. Minus of minus is plus which is equal to ABC divided by 6 which is the required volume. ഞാൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ആർക്കെങ്കിലും ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചോദിക്കുക. ഹലോ, ഹലോ കഴിഞ്ഞോ? എഴുതിട്ട് പറയൂ. കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ എഴുതണം. ഫൈൻഡ് ദ വോളിയം ബൗണ്ടഡ് ബൈ ദി സിലിണ്ടർ. Find the volume bounded by the cylinder x square plus y square is equal to 4. Find the volume bounded by the cylinder x square plus y square is equal to
x square plus y square is equal to 4 and the planes y plus z is equal to 3 and z equal to 0 and the volume bounded by the cylinder x square plus y square equal to 4 and the plane y plus z is equal to 3 and z equal to 0. അപ്പം ഇവിടെ നമ്മൾക്ക് തന്നിരിക്കുന്നത് ഒരു സിലിണ്ടറിന്റെ ബേസ് കിടക്കുന്നത് എക്സ് വൈ പ്ലെയിനിൽ, ഇനി അത് കട്ട് ചെയ്തിരിക്കുന്നത് എന്താണ് y പ്ലസ് z എന്ന് പറയുന്ന മറ്റൊരു പ്ലെയിൻ ആണ്, വൈയോ ഇസഡ് പ്ലെയിനിൽ ആൻഡ് ഇസഡ് ഇസ് ഈക്വൽ ടു 0 അതായത് ആക്സിസ്. അപ്പം ഇനി ഇവിടെ നമ്മൾക്ക് ആവശ്യം ലിമിറ്റ് മാത്രമാണ്. സോ ഡബിൾ v is equal to ട്രിപ്പിൾ ഇന്റഗ്രൽ. അപ്പം ഇസഡിന്റെ ലിമിറ്റ് നമുക്ക് ഡയറക്റ്റ്ലി കൊടുക്കാം. ആക്സിസ് മുതൽ y പ്ലസ് ഇസഡ് ഇസ് ഈക്വൽ ടു 3 വരെയാണ്. അപ്പം ഇസഡ് ഇസ് ഈക്വൽ ടു 3 മൈനസ് y. അപ്പം ഡി ഇസഡ് ദെൻ ഡി എക്സ് ഡി വൈ. ഇനി ഇവിടെ ഞാൻ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുകയാണ്, അതായത് ഡബിൾ ഇന്റഗ്രൽ ഓവർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4 എന്ന് പറയുന്ന സർക്കുലർ റീജിയൻ കിടക്കുന്നത്, ബേസ് കിടക്കുന്നത് എക്സ് വൈ പ്ലെയിനിലാണ്, അതൊരു സർക്കുലർ റീജിയൻ ആണ്. So now we can integrate this function. So this is equal to double integral x square plus y square equal to 4. Integral of d is z. Z in limit കൊടുക്കുമ്പോൾ 3 minus y minus 0, that is 3 minus y dx dy. ഈ എഴുതിയത് വരെ എല്ലാവർക്കും ക്ലിയർ ആണോ? Up to this portion, is it clear to you? Hello? Please answer to me, yes or no. എന്തെങ്കിലും ഒന്ന് പറയണം. ഇതുവരെ നിങ്ങൾക്ക് ക്ലിയർ ആണോ? യെസ് മാം, ഒന്നും കൂടി പറയാവോ? അതായത് ഇവിടെ നമ്മൾക്ക് ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ വി ഡി എക്സ് ഡി വൈ ഡി ഇസഡ് ആണ്. അതിനെ ഞാൻ അറേഞ്ച് ചെയ്ത് എഴുതി, അതായത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുന്ന സർക്കുലർ പാർട്ട് അത് ഒരുമിച്ച് ഗ്രൂപ്പ് ചെയ്തു. ഡബിൾ ഇന്റഗ്രൽ ഓവർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, അതായത് ഈ സർക്കുലർ പാർട്ട് ഇൻടു അടുത്ത പ്ലെയിൻ. അപ്പം ഇന്റഗ്രൽ 0 to 3 minus y, അതായത് ഇസഡിന്റെ വാല്യൂ ആണ്. ഇസഡ് വേരീസ് ഫ്രം 0 to y പ്ലസ് ഇസഡ് എന്ന് പറയുന്ന ലൈനിലാണ് ടച്ച് ചെയ്തിരിക്കുന്നത്. അപ്പം ഇസഡിന്റെ വാല്യൂ 3 minus y ഡി ഇസഡ് ഡി എക്സ് ഡി വൈ. അപ്പം ഇസഡിന് കറസ്പോണ്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റ് കൊടുത്തു. 3 minus y minus 0 അതപ്പോൾ അവിടെ കിട്ടി ഡി എക്സ് ഡി വൈ. അപ്പം ഇനി എനിക്ക് ഫംഗ്ഷൻ ഇൻ ടേംസ് ഓഫ് എക്സിലും വൈയിലും മാത്രമായി. ഇനി ഇവിടെ തന്നിരിക്കുന്നത് ഫുൾ സർക്കിൾ ആണ്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇക്വൽ ടു 4 എന്ന് പറയുന്ന ഫുൾ സർക്കിൾ ആണ്. അപ്പം അവിടെ ലിമിറ്റ് എടുക്കുമ്പോഴത്തേക്കും y വേരിയസ് ഫ്രം മൈനസ് റൂട്ട് ഓഫ് എന്താണ് 4 മൈനസ് എക്സ് സ്ക്വയർ ടു പ്ലസ് റൂട്ട് ഓഫ് 4 മൈനസ് എക്സ് സ്ക്വയർ വരും. അതായത് മൈനസ് എ ടു പ്ലസ് എ ഫോമിലാണ് കിടക്കുന്നത്. അപ്പം ഇനി നമ്മൾക്കറിയാം ഈവനോട് കൺവേർഷനിൽ വരുമ്പോൾ ഇഫ് ദ ഇന്റഗ്രൽ ഇസ് ആൻ ഓഡ് ഫംഗ്ഷൻ, ഇന്റഗ്രൽ മൈനസ് എ ടു പ്ലസ് എ എഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു 0 ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ഈവൻ ട്വൈസ് ഇന്റഗ്രൽ ആണ്. അപ്പം ഇനി ഇവിടെ y എന്ന് പറയുന്നത് വൈയുടെ പവർ 1, സോ ഇറ്റ് ഈസ് ആൻ ഓഡ് ഫംഗ്ഷൻ. മൈനസ് റൂട്ട് ഓഫ് 4 മൈനസ് എക്സ് സ്ക്വയർ ടു പ്ലസ് റൂട്ട് ഓഫ് 4 മൈനസ് എക്സ് സ്ക്വയർ വരെ വരും. അപ്പം ഇത് ഓഡ് ആയതുകൊണ്ട് ഇതിന്റെ വാല്യൂ റിഡ്യൂസസ് ടു 0. അപ്പൊ ഞാൻ ഇതിനെ അങ്ങ് കളയുകയാണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ 3 dx dy ഓവർ ദ സർക്കിൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4. അപ്പം ഫംഗ്ഷൻ നമ്മൾക്കൊരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഡബിൾ ഇന്റഗ്രൽ ഡി എക്സ് ഡി വൈ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ഏരിയ ഓഫ് ദി കർവ്. എന്താണോ തന്നിരിക്കുന്ന കർവ് അതിന്റെ ഏരിയ ആണ് ഡബിൾ ഇന്റഗ്രൽ ഡി എക്സ് ഡി വൈ എന്ന് പറയുന്നത്. അപ്പൊ 3 ഇൻറ്റു ഡബിൾ ഇന്റഗ്രൽ ദിസ് ഫംഗ്ഷൻ ആണ് വരുന്നത്. അപ്പൊ 3 ഇൻറ്റു ഏരിയ ഓഫ് ദ സർക്കിൾ. അപ്പൊ ഏരിയ ഓഫ് ദ സർക്കിൾ എന്താണ്? പൈ ആർ സ്ക്വയർ. ഹിയർ ആർ സ്ക്വയർ ഇസ് 4 or r is 2. സോ ദിസ് ഇസ് 3 ഇൻറ്റു 4 പൈ, അതായത് പൈ ഇൻറ്റു 2 സ്ക്വയർ, ദാറ്റ് ഈസ് 12 പൈ വിച്ച് ഇസ് ദ റിക്വയർഡ് സൊല്യൂഷൻ. ഈ പറഞ്ഞത് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചോദിക്കണം. ഒന്നുകൂടി പറയാണോ? ഓക്കെ. അതായത് ഇത് തൊട്ട് ഞാൻ ഈ കഴ്സർ വരുന്ന ഇതോട്ടാണോ പറയേണ്ടത്? എവിടെ തൊട്ട് പറയണം? ഇവിടെ ഈ y എന്ന് പറയുന്ന വേരിയബിൾ ഓഡ് ഫംഗ്ഷൻ ആണ്. കാര്യം വൈയുടെ പവർ 1 ആണ്. അപ്പൊ ഇത് ഓഡ് ഫംഗ്ഷൻ. ഇന്റഗ്രൽ മൈനസ് എ ടു പ്ലസ് എ, അതായത് സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ്. ഇന്റഗ്രൽ മൈനസ് എ ടു പ്ലസ് എ എഫ് എക്സ് ഡി എക്സ്. ഇഫ് എഫ് ഓഫ് എക്സ് ഇസ് ഓഡ് ആണെങ്കിൽ this value is equal to 0, and if it is an even function then it is twice integral 0 to a. ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് റിസൾട്ട് എന്ന് പറയുന്നത്.
അപ്പം അതനുസരിച്ചിട്ട് ഇത് ഞാൻ ഇവിടെ ഈവനോട് കൺവേർഷനിൽ എടുത്തു. അപ്പോൾ ഓട് വന്നപ്പോൾ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ എനിക്ക് കിട്ടുന്നത് 0 ആണ്. അപ്പം അതിനെ അങ്ങ് കളഞ്ഞു. ബാക്കി വരുന്നത് ഡബിൾ ഇന്റഗ്രൽ x² + y² = 4 3dx dy. അപ്പൊ 3 ഇൻറ്റു ഡബിൾ ഇന്റഗ്രൽ dx dy എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ദ കർവ് ആണ്. ഇവിടെ കർവ് സർക്കിൾ, ആ സർക്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ πr². സോ ഹിയർ r² is 4. That is 4 into pi, which is equal to 12 pi. അതാണ് വോളിയം. ഈ ഡൗട്ട് ചോദിച്ച ആളിന് അത് ക്ലിയർ ആയോ? ഹലോ, യെസ് മാം. ഓക്കെ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുമ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് ഏരിയ ആയിരിക്കുമോ? എന്താണ് സ്റ്റാൻഡേർഡ്? അല്ല, നമുക്കിങ്ങനെ പറയാൻ പറ്റുമോ ഇങ്ങനെ ഏരിയ എപ്പോഴും? അതിങ്ങനെ കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ ആണ് വരുന്നതെങ്കിൽ പറയാം. ഡബിൾ ഇന്റഗ്രൽ dx dy ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമല്ലേ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ ഓക്കെ മാം. So I am going to clear the frame. അടുത്ത ക്വസ്റ്റ്യൻ എഴുതണം. Find the volume bounded by the paraboloid. Find the volume bounded by the paraboloid x² + y² is equal to az. x² + y² is equal to az, and the cylinder x² + y² is equal to az, and the cylinder x² + y² is equal to 2ay. Find the volume bounded by the paraboloid x² + y² is equal to az, the cylinder x² + y² equal to 2ay, and the plane z equal to 0, and the plane z is equal to 0, and the plane z is equal to 0. അപ്പം ഇത് ഞാൻ ഡയറക്റ്റ് ആയിട്ട് അങ്ങ് ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ഒരു വേരിയബിള് this is equal to, hence the volume V is equal to triple integral. But double integral over x² + y² is equal to 2ay, and z is equal to 0 to x² + y² divided by a dz dx dy. സിംപ്ലിഫിക്കേഷന്റെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തേക്കുന്നത്. അപ്പം ഇനി ഇതിനെ വിത്ത് റെസ്പെക്ട് ടു z ഇന്റഗ്രേറ്റ് ചെയ്താൽ which is equal to double integral over x² + y² is equal to 2ay. dz നെ ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ z ലിമിറ്റ് കൊടുക്കുമ്പോൾ x² + y² divided by a minus 0 dx dy. അപ്പം എല്ലാം ഇൻ ടേംസ് ഓഫ് എക്സിനും വൈയിലും വന്നു. ഇനി ഇവിടെ ഞാൻ പോളാർ സബ്സ്റ്റിറ്റ്യൂഷനിൽ കൊടുക്കുകയാണ്. അതായത് എക്സ് എന്നും വൈ എന്നും പറയുന്ന കാർട്ടീഷ്യൻ വേരിയബിൾസിനെ പോളാർ സബ്സ്റ്റിറ്റ്യൂഷൻ as x is equal to r cos theta and y is equal to r sin theta. Hence x² + y² is equal to r², and dx dy ഇത് സ്റ്റാൻഡേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണ്. ചേഞ്ച് ഓഫ് വേരിയബിൾസ് പഠിക്കുമ്പോഴത്തേക്ക് ഞാനിത് പഠിപ്പിക്കും. അപ്പോൾ dx dy is equal to r dr d theta. ഇത് ഇത്രയും കിട്ടി. ഇനി ഇവിടെ ഇത് റീപ്ലേസ് ചെയ്താൽ this becomes double integral r² divided by a dx dy പകരം r dr d theta. അപ്പം ഇനി ആറിന്റെയും തീറ്റയുടെയും വാല്യൂ നമ്മൾക്ക് കണ്ടുപിടിക്കണം. അതിന് നമ്മൾ വീണ്ടും ഇതിലോട്ട് തിരിച്ചു വരുന്നു. നമ്മൾക്ക് ഇവിടെ ഉള്ളത് x² + y² is equal to 2ay ആണ്. So this is equal to replacing the value for x² + y² as x ന് r cos theta y ക്ക് r sin theta കൊടുത്താൽ x² + y² എന്ന് പറയുന്നത് r², which is equal to 2a r sin theta. രണ്ട് ഭാഗത്തു നിന്ന് ഒരു r ക്യാൻസൽ ചെയ്ത് പോയാൽ r is equal to 2a sin theta എന്ന് കിട്ടി. അപ്പം ഇനി ഇവിടെ നിന്നാണ് ലിമിറ്റ് കണ്ടുപിടിക്കാനുള്ളത്.
അപ്പം r equal to 2a sin theta എന്ന് പറയുന്നത് which is a circle. ഇതൊരു സർക്കിൾ ആണ്. ഇനിഷ്യൽ ആക്സിസിന് എബോവ് ഇനിഷ്യൽ ലൈൻ, അതായത് എക്സ് ആക്സിസ് ആണ് ഇനിഷ്യൽ ലൈൻ എന്ന് പറയുന്നത്. അതിന്റെ മുകളിൽ ഇരിക്കുന്ന ഒരു സർക്കിൾ ആണ് r is equal to 2a sin theta എന്ന് പറയുന്നത്. r is equal to sin theta എന്ന് പറയുന്നത് 2a എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്. അപ്പം r equal to 2a sin theta which is a circle above the initial line. Hence theta കിടക്കുന്നത് ഇത് ലൈ ചെയ്യുന്നത് ഫസ്റ്റും സെക്കൻഡും ക്വാഡ്രന്റിലാണ്. സോ theta varies from 0 to pi and r varies from നമ്മുടെ സർക്കിള് x square plus y square is equal to r ആണ്. r ന്റെ വാല്യൂ ഇവിടെ കിട്ടി as 2a sin theta. So r is equal to 0 to 2a sin theta. ഇതാണ് ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ. അതായത് ഞാൻ പോളാർ കൺവേർഷൻ ചെയ്ത് ഡയറക്റ്റ് എടുത്തതാണ്. ഇതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടോ? പ്ലീസ് റെസ്പോണ്ട് ടു മീ. ഡു യു ഹാവ് എനി ഡൗട്ട്? ഹലോ, എനി ഡൗട്ട്? ആർക്കുമേ ഇല്ല? സർക്കിൾ വന്നത് അത് എങ്ങനെയാണ്? പോളാർ കോർഡിനേറ്റിൽ നമ്മൾ എടുക്കുമ്പോഴത്തേക്കും സ്റ്റാൻഡേർഡ് സർക്കിൾ ആണ്. എക്സ് ഈക്വൽ ടു 2a sin theta എന്നും 2a cos theta എന്നൊക്കെ പറയുന്നത് രണ്ട് സർക്കിൾ ആണ്. sin theta വന്നാൽ ഇനിഷ്യൽ ആക്സിസ്, ഇനിഷ്യൽ ലൈൻ എന്ന് പറയുന്നത് എക്സ് ആക്സിസ് ആണ്. അതിന് മുകളിൽ ഇരിക്കുന്ന സർക്കിളും cos theta വന്നാൽ ഫസ്റ്റ് ക്വാഡ്രന്റിലും ഫോർത്ത് ക്വാഡ്രന്റിലും, അതായത് റൈറ്റ് ഓഫ് ദ വൈ ആക്സിസിൽ ലൈ ചെയ്യുന്ന സർക്കിളുമാണ്. ഇത് രണ്ട് സ്റ്റാൻഡേർഡ് സർക്കിൾ ആണ്. അപ്പം sin theta ആണ് വരുന്നതെങ്കിൽ theta varies from 0 to pi ആണ്. പിന്നെ x equal to r cos theta, y is equal to r sin theta എന്ന് പറയുന്നത് ഡയറക്റ്റ് നമ്മുടെ പോളാർ സബ്സ്റ്റിറ്റ്യൂഷൻസും ആണ്. ഈ ചോദിച്ച ആളിന് ഇത് ക്ലിയർ ആയോ? ഹലോ ഹലോ, yes or no? എനിക്കൊന്നും കേൾക്കാൻ വയ്യാത്ത സ്ഥിതിക്ക് ഞാൻ s ആണെന്ന് അസ്യൂം ചെയ്യുന്നു. അപ്പം ഇനി ഇവിടെ 1/a into integrating with respect to r cubed integrate ചെയ്യുമ്പോൾ r power 4 divided by 4 to the limit 0 to 2a sin theta. Hence this is equal to, which is equal to 1/4a into integral 0 to pi sin raised to 4 theta integral 1/4a into integral 0 to pi sin raised to 4 theta d theta ആണ്. ഇനി ഇവിടെ നമ്മൾക്ക് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് റിഡക്ഷൻ ഫോർമുല അപ്ലൈ ചെയ്യണം. ഇതുവരെ ക്ലിയർ ആയോ? ഞാൻ ബോർഡ് ക്ലിയർ ചെയ്യാൻ പോവാണ്, അതുകൊണ്ട് ചോദിക്കുന്നത്. Is this clear to you up to this point? Yes or no? Yes. Okay. Hence this is equal to 1/4a into twice 4 ന്യൂമറേറ്ററിലാണോ ഡിനോമിനേറ്ററിലാണോ? ന്യൂമറേറ്റർ തന്നെയല്ലേ, ഡിനോമിനേറ്റർ തന്നെയല്ലേ? twice integral 0 to pi/2 sin raised to 4 theta. അതായത് sin raised to 4 എന്ന് പറയുന്നത് സൈൻ ഫംഗ്ഷൻ ഓടാണെങ്കിലും sin raised to 4 വന്നപ്പോഴത്തേക്കും അത് ഈവൻ ആയി. അപ്പം അത് ഈവൻ ആയപ്പോഴത്തേക്കും 1/4 അങ്ങനെ ഉണ്ട്. ഞാൻ ഈ എഴുതിയിരിക്കുന്ന കറക്റ്റ് ആണ്. ഇവിടെ 1/4 വരുമോ? തൊട്ട് മുമ്പിലത്തെ സ്റ്റെപ്പിൽ ഇത് ഉണ്ടായിരുന്നോ? ഹലോ, 1/4 ഉണ്ടായിരുന്നോ ഇല്ലെന്നോ? ഹലോ, ഇതിവിടെ ഉണ്ടായിരുന്നോ ഈ 4? ഉണ്ടായിരുന്നല്ലോ. ഓക്കെ, സോ വി വിൽ ചെക്ക് ഇറ്റ്. അപ്പം sin raised to 4 എന്ന് പറയുന്നത് ഒരു ഈവൻ ഫംഗ്ഷൻ ആണ്. അതുകൊണ്ടാണ് 0 to pi എന്നുള്ളത് twice integral 0 to pi/2 ആക്കിയത്. So this is equal to 2 divided by 4a into ഇതിന്റെ ഫോർമുല സ്റ്റാൻഡേർഡ് റിസൾട്ട് എന്ന് പറയുന്നത് ഇന്റഗ്രൽ 0 to pi/2 sin raised to m theta ആയാലും cos raised to m theta ആയാലും m ഈവൻ ആണ് എങ്കിൽ, അതായത് ഈ പവർ ഈവൻ ആണെങ്കിൽ this becomes m/m-1 into m-3/m- ഇന്റഗ്രൽ ഇന്റഗ്രൽ 0 to pi/2 sin raised to m theta d theta എന്ന് പറയുന്നത്
m by m minus 1 into m minus 2 by m minus 3 etc. ഇതാണ് ഫോർമുല. ഇൻറ്റു 1/2 ഇൻറ്റു 5/2 എന്ന് വരും. അപ്പം അതനുസരിച്ചിട്ട് ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമ്മൾക്ക് കിട്ടുന്നത് this is equal to 2 divided by 4a ഇവിടെ ഓൾറെഡി ഉള്ളതാണ്. അപ്പൊ m എന്ന് പറയുന്നത് 4. So 4 divided by 3 into പിന്നെ വീണ്ടും ഇവിടെ നിന്നും ഒന്ന് കുറച്ചാൽ എന്ത് വരും? തിരിച്ചാണ് ഫോർമുല m minus 1 by m ആണ്. മാറിപ്പോയി. ഞാൻ നേരത്തെ എഴുതിയതിന്റെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു തന്നെ വിച്ച് ഈസ് ഈക്വൽ ടു ഇതിന്റെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയൂ ഇന്റഗ്രൽ സീറോ ടു പൈ ഇന്റഗ്രൽ 0 to 2a sin theta. ഇനി ബാക്കി ഫംഗ്ഷൻ എന്തായിരുന്നു? r² ഡിവൈഡഡ് ബൈ അല്ലേ r² ഡിവൈഡഡ് ബൈ okay a into r dr d theta okay which is equal to 1 by a into integral 0 to pi r cubed അപ്പം r raised to 4 by 4 d theta limit 0 to 2a sin theta ആണല്ലോ. Hence this is equal to 1 by 4a integral 0 to pi. അപ്പം ഞാൻ ആ 2a raised to 4 വിട്ടുപോയി. അപ്പം 2 raised to 4 a raised to 4 അപ്പം 16 a raised to 4 ഇത് ഞാൻ വിട്ടുപോയി. Into sin raised to 4 theta d theta which is equal to ഇവിടെ 4 ഉം 16 ഉം cancel ചെയ്യുമ്പോൾ 4 that is equal to 4a cubed into twice integral 0 to pi by 2 sin raised to 4 theta d theta ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ ഫംഗ്ഷൻ. ഇനി ഇന്റഗ്രൽ 0 to pi by 2 sin raised to m theta d theta എന്ന് പറയുന്നത് m by m minus 1 ഇനി into m minus 2 divided by m minus 3 etc 1 by 2 into pi by 2 ഇതാണ് റിസൾട്ട്. if m is even ഈ പവർ ഈവൻ ആണെങ്കിൽ ഇതാണ് ഫോർമുല. അതനുസരിച്ചിട്ട് ഇവിടെ വരുമ്പോൾ this is equal to 8a cubed into m എന്ന് പറയുന്നത് 4 divided by 3 into അടുത്ത് വരുമ്പോഴത്തേക്കും 1 by 2 അടുത്ത ടേമിൽ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാര്യം ഇനി നമ്മൾക്ക് അങ്ങോട്ട് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റൂല. അപ്പം m by m minus 1 അടുത്തത് m minus 2 അപ്പം 2 by 0 എന്ന് വരും ഇൻറ്റു അപ്പം അതല്ല നമ്മൾക്ക് വേണ്ടുന്നത്. അപ്പം ലാസ്റ്റ് 4m ഈ തുടങ്ങുന്ന എന്താണ് m by m minus 1 എക്സെട്ര ഇൻറ്റു 1 by 2 ഇൻറ്റു 5 by 2 ദിസ് ഈസ് അവർ ഫോർമുല. അപ്പം ഇനി ഇവിടെ നിന്ന് ദിസ് ഈസ് ഈക്വൽ ടു 4 ഉം 2 ഉം ക്യാൻസൽ ചെയ്താൽ 2 16 a cubed divided by 3 5 ഇതാണ് ഫോർമുല റിസൾട്ട്. സോറി ദാറ്റ് ഈസ് 16 pi a cubed by 3. ഈ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. ഹലോ ഇല്ല മാം. നിങ്ങളിത് നേരത്തെ പഠിച്ചിട്ടുള്ള പോർഷൻ ആണ്, അതായത് റിഡക്ഷൻ ഫോർമുലാസ്. നിങ്ങൾ ഇവിടെ ഫെമിലിയർ അല്ലാത്ത രണ്ട് കാര്യങ്ങളാണ് വന്നേക്കുന്നത്. ഒന്ന് പോളാർ കൺവേർഷൻ. അത് പോളാർ കൺവേർഷൻ നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത പഠിപ്പിക്കും, ആ ഒരു ടോപ്പിക്ക് പഠിപ്പിക്കും. അപ്പം അത് ക്ലിയർ ആവും. അതായത് സ്റ്റാൻഡേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്.
ഒരു റീജിയനിൽ നിന്ന് മറ്റൊരു റീജിയനിലോട്ട് നമ്മൾ മാറുമ്പോഴത്തേക്കും, അതായത് കാർട്ടീഷ്യൻ ഫോമിൽ റീജിയനിൽ നിന്നും പോളാറിലോട്ടാണ് പോകുന്നത്. കാർട്ടീഷ്യൻ എന്ന് പറഞ്ഞാൽ എക്സോ വൈ പ്ലെയിനും പോളാർ എന്ന് പറയുമ്പം സർക്കിളിലോട്ടുമാണ് പോകുന്നത്. ആർ തീറ്റ അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ, സ്റ്റാൻഡേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണ്. എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റയും വൈ ഈക്വൽ ടു ആർ സൈൻ തീറ്റ എന്ന് പറയുന്നത്. ആൻഡ് ഡി എക്സ് ഡി വൈ എന്ന് പറയുന്നത് ആർ ഡി ആർ ഡി തീറ്റ. ഇത്രയും പ്രോപ്പർട്ടീസ് ആണ് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. സോ ഈ പ്രോബ്ലം ക്ലിയർ ആയോ? ഹലോ ഹലോ, is this clear to you? നിങ്ങൾ ഓക്കെ. അപ്പൊ ഇനി ഇത് കംപ്ലീറ്റ് ആയെങ്കിൽ അടുത്ത ചോദ്യം പറയാം. ഇത് കംപ്ലീറ്റ് ആയോ? Take the next question. Find the volume bounded by, find the volume bounded by ഈ ആൻസറിൽ ഒരു വ്യത്യാസമുണ്ട്. സോറി, ആ ഫോമിൽ ഒന്ന് ചെക്ക് ചെയ്തോട്ടെ. ചെറിയ വ്യത്യാസം കാണുന്നുണ്ട് ഫോമിലേക്കകത്ത്. അതായത് പ്രോബ്ലത്തിന്റെ അതായത് സൈൻ റേസ് എം തീറ്റ ഡി തീറ്റ. സോ ഇവിടെയാണ് ചേഞ്ച് വന്നേക്കുന്നത്. which is equal to 8a cubed into തെറ്റാണ് -1 m. into m-1 by m into m-3 by m-2 etc. എന്നിങ്ങനെ ഫോർമുല ഇത് മാറ്റി എഴുതിക്കൊള്ളാം. ഞാൻ എഴുതിയത് തെറ്റിപ്പോയി, സോറി. ഇതല്ല, ഇതാണ് ഫോർമുല. m-1 by m into m-2 m-3 by m-2 etc. 1/2 into 5/2 ആണ്. അപ്പം ഇവിടെ വരുമ്പോഴത്തേക്കും അത് ഇതല്ല, പകരം വരുന്നത് 8a cubed into 8a cubed into m-1 എന്ന് പറയുമ്പോൾ 3/4 into 1/2 into 5/2. സോ എന്ത് വരും? Hence this is equal to 8 ഉം 4 കൂടെ ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്കും 3a cubed divided by 3a cubed divided by 4 pi എന്ന് വരും. 3/4 pi a cubed. 4 ആണ് 2 ആണ്, അല്ല അവിടെ ഒരു 2 വരും. അപ്പൊ പ്രശ്നം this is equal to 4 ഉം 2 ഉം 8. 8 ക്യാൻസൽ ചെയ്ത് പോയാൽ 3/2 pi a cubed. അതാണ് സൊല്യൂഷൻ. നേരത്തെ എഴുതിയത് ആൻസർ അല്ല, ഇതാണ് ആൻസർ. 3/2 pi a cubed. അതായത് ഫോർമുലയ്ക്കകത്ത് വന്ന വ്യത്യാസമാണ്. sin raised to m theta d theta എന്ന് പറയുന്നത് m-1 by m, ന്യൂമറേറ്ററിൽ m-1 ആണ്, നോട്ട് m. m-1 തുടങ്ങിയിട്ട് m-1 by m, m-3 by m-2 etc. ന്യൂമറേറ്ററിൽ നിന്നും 2 വീതവും ഡിനോമിനേറ്ററിൽ നിന്നും 2 വീതവും സബ്ട്രാക്ട് ചെയ്ത് പോവുക. So the volume is 3/2 pi a cubed. Okay. ഹലോ, നിങ്ങളത് തിരുത്തിയോ? ഒരു റെസ്പോണ്ടും ഇല്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എഴുതണം. ഫൈൻഡ് ദ വോളിയം കോമൺ ടു ദി സിലിണ്ടേഴ്സ്. ഫൈൻഡ് ദ വോളിയം common to the cylinders x square plus y square equal to a square and x square plus z square is equal to a. a square ആണ്, a square. രണ്ട് a square ആണ്. Find the volume common to the cylinders
x square plus y square is equal to a square and x square plus z square is equal to a square. അതായത് ആദ്യത്തെ സിലിണ്ടറിന്റെ ബേസ് കിടക്കുന്നത് XY പ്ലെയിനിലും രണ്ടാമത്തെ കിടക്കുന്നത് XYZ പ്ലെയിനിലും. അപ്പം ഫുൾ വോളിയം ആണ് നമ്മൾക്ക് വേണ്ടുന്നത്. അപ്പൊ ഫുൾ വോളിയം എന്ന് പറയുന്നത് V is equal to ട്രിപ്പിൾ ഇന്റഗ്രൽ. അപ്പം ഒരു ഓക്ടന്റിന്റെ കണ്ടുപിടിച്ച ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ V dV ആണ്. ഇതിന് പകരം ഏതെങ്കിലും ഒരു ഓക്ടന്റിന്റെ കണ്ടുപിടിച്ചിട്ട് അതിനെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പം 8 into വോളിയം ഇൻ ദ ഫസ്റ്റ് ഓക്ടന്റ്. വോളിയം ഇൻ ദി ഫസ്റ്റ് ഓക്ടന്റ്. ഇനി ഓക്ടന്റ് ഉള്ള വോളിയം കണ്ടുപിടിക്കാം. അതിന് x square plus y square is equal to a square. അപ്പം ഇവിടെ y square is equal to a square minus x square or y is equal to root of a square minus x square. Similarly, z is also equal to square root of a square minus x square and x is equal to 0 to a. ഇതാണ് നമ്മുടെ ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ. And this is equal to triple integral 8 into 0 to square minus x square രണ്ടിന്റെ ലിമിറ്റ് ഈക്വൽ ആണ്. Hence this is equal to 8 into integral 0 to a 0 to square root of a square minus x square into z in integrate ചെയ്തപ്പോൾ z to the limit 0 to root of a square minus x square dy dx. Hence this is equal to 8 into integral 0 to a 0 to root of a square minus x square integrate ചെയ്ത് ലിമിറ്റ് കൊടുക്കുമ്പോൾ root of a square minus x square dy dx. dy dx. Which is equal to 8 into integral 0 to a root of a square minus x square. dy integrate ചെയ്യുമ്പോൾ y അതിന് ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇത് തന്നെ വരും. root of a square minus x square dx. ഇതുവരെ എഴുതിയോ? ഹലോ ഹലോ Yes, ma'am. എഴുതു, പെട്ടെന്ന് എഴുതിയിട്ട് പറയൂ. യെസ്. പിന്നെ ഇതിന്റെ ബാക്കിയുണ്ട്. This is equal to 8 into integral 0 to a integral 0 to a square minus x square dx. അതായത് രണ്ട് ടേമും കൂടെ പ്രോഡക്റ്റ് ചെയ്തെടുത്തപ്പോൾ that is 8 into a square x minus x cubed by 3 to the limit 0 to a. Or this is equal to 8 into a cubed minus a cubed by 3. Or this is equal to 8 into 2a cubed by 3, which is equal to 16 by 3 a cubed, which is the required solution. Sixteen by 3 a cubed. കംപ്ലീറ്റ് ആയോ? ഹലോ. അപ്പൊ ഇതിപ്പോ എത്ര ക്വസ്റ്റ്യൻ ആയി? വരാൻ പോണത് 4 ക്വസ്റ്റ്യൻ ആയല്ലേ? 4 ക്വസ്റ്റ്യൻ.
ഇത് ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലായോ? ഒരെണ്ണം കൂടെ എഴുതിക്കോളൂ, അഞ്ചെണ്ണം ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ എഴുതണേ. ഫൈൻഡ് ദ വോളിയം എൻക്ലോസ്ഡ് ബൈ the paraboloid. Find the volume enclosed by the paraboloid x square plus y square is equal to 4z. ക്വസ്റ്റ്യൻ എഴുതാനുള്ള സമയമുള്ളൂ. x square plus y square equal to 4z and z equal to 4. എഴുതിയോ? ഞാനിത് ലിമിറ്റ് വരെ പറഞ്ഞു തരാം. സോ ട്രൈ ടു കംപ്ലീറ്റ് ഇറ്റ്. Find the volume enclosed by the paraboloid. അപ്പോൾ v is equal to triple integral x square plus y square is equal to 4z ആണ്. അപ്പം അവിടെ z-ന്റെ വാല്യൂ എന്ന് പറയുന്നത് എവിടെ മുതൽ എവിടെ വരെ പോകും? z goes to 4 to ഇത് വരെയാണ് പോയേക്കുന്നത്. അപ്പം ഇവിടെ നിന്ന് അപ്പം x square plus y square by 4 വരും. x square plus y square by 4 to 4 ഇതുവരെയാണ് പോയേക്കുന്നത്, z പോയത്. dz into dx dy. ഇവിടെയോ? ഇവിടെ x square plus y square equal to 16. ഇതാണ് നമുക്കുള്ള റീജിയൻ എന്ന് പറയുന്നത്. അപ്പം z-ന്റെ ലിമിറ്റ് നമ്മൾക്ക് x square plus y square by 4 to 4 വരെ കിട്ടി. ഇനി dx dy കിട്ടണം. അപ്പൊ ഇതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വരുന്നത് ഡബിൾ ഇന്റഗ്രൽ 4 minus x square plus y square by 4 എന്ന് വന്നു ഓഫ് dx dy. ഇവിടെ നേരത്തെ കൂട്ടി നമ്മുടെ പോളാർ സബ്സ്റ്റിറ്റ്യൂഷൻ എടുക്കുമ്പോൾ x equal to r cos theta, y is equal to r sin theta എടുക്കുമ്പോഴത്തേക്കും എന്ത് വരും? This is equal to double integral 4 minus r square by 4 to r dr d theta. So ഇനി r എവിടെ മുതൽ എവിടെ വരെ വേരി ചെയ്യും? x square plus y square equal to 16 ആണ്. അപ്പോൾ റേഡിയസ് 4. So 0 to 4. ഇനി ഫുൾ സർക്കിൾ 0 to 2 pi. ഇത് ഇത്രയും. ഇതിനെയാണ് ഇവാലുവേറ്റ് ചെയ്യാനുള്ളത്. So try to complete this. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഇനി നിങ്ങളുടെ അറ്റൻഡൻസ് ഒന്ന് പറയണം. മാം r⁴ ആണോ r² ആണോ? r², സോറി, മൊത്തത്തിൽ തെറ്റി. തിരുത്തിക്കോണേ. r⁴ അല്ല, r² ആണ്. സോറി. r², please. Give your attendance. 1. 2. 2 present, ma'am. Number 2 present. 2 ഉണ്ടാ? 2 ഉണ്ട് present. 2 present. Then 3. 3 ഉണ്ട്. 4. 4 ഉണ്ടാ? 5. Absent. Number 6. 6 present. 7. Present, ma'am. 8 present, ma'am. 8. 9 present, ma'am. 9. 9 present, 10 ma'am. present, ma'am. 11 present, 9 ma'am. present, 10 present, 11. 13 12. present, ma'am. 12 permanent absent. 14. 14 ഉണ്ടോ? Number 14. No response. 15. Ma'am, present, ma'am. Ma'am, 14 present. 14 ആണോ 15 ആണോ പ്രസന്റ് എന്ന് പറഞ്ഞത്? 14, 15, 2 present. 14 15 present. Okay. 16. Present, ma'am. 17. Present. 20. 17 ഉണ്ടോ? 17 ഉണ്ട്. 20. 18, 19, 20, 21, 21. 22, 21. 22. 23, 23. 24, 24 ഉണ്ടാ? ഇല്ല. 25, 25%. 26, 26. 27, 27 ഉണ്ടോ? ഇല്ല.
പിന്നെ ഒന്ന് പെട്ടെന്ന് പറയണം. 28. 28 present. 28 ആബ്സെന്റ് ആണോ അപ്പോ? 28 present. 29. Present, ma'am. 30. 30 present, ma'am. 31. Present, ma'am. 32. 33. Present, ma'am. 34. 34 ഉണ്ടാ? ഇല്ല. 35. Present. 36. Present, ma'am. 37. 37. Absent. 38. Present, ma'am. 39. Ma'am, chat box returned. 40. Present, ma'am. 41.